ഇന്ന് നടന്ന ഹർത്താലിലെ അതിക്രമത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി അവധിക്കാല ഡിവിഷൻ ബെഞ്ചാണ് കേസെടുത്തത്. 3.5 മണിക്കകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ജനജീവിതം തടസ്സപ്പെടുത്തരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, നിതിൻ രാജിന്റെ ആക്ഷൻ കൗൺസിലാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഇന്നലെ അവർ പറഞ്ഞിരുന്നത് ഒരു തരത്തിലും ജനജീവിതം തടസ്സപ്പെടുത്തരുത്, അവശ്യ സർവീസുകളെ മുടക്കില്ല, വാഹനങ്ങൾ തടയില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്തു. ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ സ്വമേധയാ കേസ്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞത്? സിജു, അതായത് മുൻപ് തന്നെ ഈ ബന്ധുക്കളും ഹർത്താലുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. ബന്ധുക്കൾ നിരോധിക്കുകയും അത് പിന്നീട് ഹർത്താലായി വരികയും ചെയ്തപ്പോൾ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഒരു കാരണവശാലും സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല, വാഹനങ്ങൾ തടയാൻ പാടില്ല, നിർബന്ധിത ഹർത്താൽ പാടില്ല എന്നത് കർശനമായി ഡിവിഷൻ ബെഞ്ച് മുമ്പ് ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് നടന്ന എല്ലാ ഹർത്താലുകളിലും കോടതി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹർത്താൽ അതിക്രമങ്ങളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തവരിൽ നിന്ന് പിഴ ഈടാക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ സമീപകാലത്തുണ്ടായി. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇന്നത്തെ ഹർത്താലിൽ, ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താലിൽ കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഇന്നുണ്ടായ എല്ലാ സംഭവവികാസങ്ങളുടെയും ഒരു റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി കൈമാറണം, അത് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. അത് പരിശോധിച്ചിട്ട് കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ആളുകളുടെ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല എന്നും കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത സംഘടനകളുടെ നേതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, അവരെ കക്ഷിയാക്കിയിട്ടുണ്ട്. അതിനർത്ഥം ഇതൊരു നടപടി ആരംഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നടപടിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ കോടതി ഇടപെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. പക്ഷേ തുടർ നടപടി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുകയോ നാശനഷ്ടം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കണക്കുൾപ്പെടെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതായത് ഹർത്താലിന് ആഹ്വാനം ചെയ്ത ആളുകൾക്ക് എതിരെ കർശന നടപടിയിലേക്ക് കോടതി കടക്കുന്നതിൻ്റെ തുടക്കമാണിത്. മുൻപ് ഉണ്ടായ ചില ഹർത്താലുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു തുടക്കം. അതിനർത്ഥം കോടതി നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ്. ഇനി 3:30 റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയിട്ട് അവധിക്കാല ഡിവിഷൻ ബെഞ്ച് കേസെടുക്കും. അതിനുശേഷം കോടതി ചില തീരുമാനങ്ങൾ പറയും. കർശന നടപടിയിലേക്ക് കോടതി നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ നടപടിക്രമങ്ങൾ എന്ന് പറയാം. സിജു.